ഹലോ എവരിവൺ, നല്ലൊരു കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഈ വീഡിയോ കാണാൻ വന്ന ആളുകളായിരിക്കാം മിക്കവാറും ആളുകൾ. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇത്ര കാലമായിട്ടും എക്സാം അടുത്തു, ഓണപരീക്ഷ ഈ വരുന്ന ആഗസ്റ്റ് 13 കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ ടൈമായിട്ടും പഠിക്കേണ്ട ബോധം വന്നിട്ടില്ല. എങ്ങനെ പഠിക്കണം എന്നറിയില്ല. ഏത് രീതിയിലാണ് ഇത്രയും സിലബസ് കവർ ചെയ്യാന്നറിയില്ല. ഏകദേശം 9ഓളം വിഷയത്തിന്റെ എക്സാംസ് ആണ് ഈ വരുന്ന ഒരൊറ്റ ആഴ്ച കൊണ്ട് നടക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷവും ഉച്ചയ്ക്ക് മുന്നേയും എക്സാം ഉണ്ട്. അപ്പൊ ആ എക്സാംസ് ഒക്കെ എഴുതി തീരുമ്പോതിന് ഒരു വഴിക്കാവും എന്തായാലും. അപ്പൊ ഇപ്പൊ മുതലെങ്കിലും തുടങ്ങിയില്ല. ആഗസ്റ്റ് 2 നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം. അപ്പൊ ഈ ആഗസ്റ്റ് 2 മുതൽ ആഗസ്റ്റ് 13 വരെ വെറും 10-11 ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് പഠിച്ച് മാർക്ക് നേടാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. ആൻഡ് കുറച്ചധികം ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ ഞാനിത് പറയുള്ളൂ. എൻ്റെ അക്കാദമിക് കരിയറിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ഈ 2 കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ പറയണം കൊണ്ടാണ്. ഓരോന്ന് കേൾക്കാൻ ഞാൻ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് വീഡിയോൻ്റെ അടിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ കണ്ടുപോവാം. സോ ഏതായാലും തുടക്കത്തിൽ നോ യുവർ ബാറ്റിൽ ഫീൽഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ഇട്ടത്. എന്താണ് നോ യുവർ ബാറ്റിൽ ഫീൽഡ്? നമ്മൾ ഏത് ഭാഗമാണ് പഠിക്കണം? സിലബസ് അറിയണം ആദ്യം. ഒരു ചാപ്റ്ററിൽ എത്ര ഭാഗം പഠിക്കാനുണ്ട്, ഏത് വരെ പഠിക്കാനുണ്ട്, ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ സ്റ്റഡി ഏരിയ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? ഇല്ലെങ്കിൽ അത് ഇന്ന് തന്നെ സെറ്റ് ആക്കണം. മാക്സിമം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് 2-3 പെൻസും 3-4 ബുക്സും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലത്തെ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഏരിയ, ഒരു മൂല, അത് നിങ്ങൾ സെറ്റ് ആക്കണം. അവിടുത്തെ ചുമര് നിങ്ങൾ ഏറ്റെടുക്കണം പറ്റുകയാണെങ്കിൽ. ഈ ചുമരിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്, മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസ്. ഇപ്പം മാത്തമാറ്റിക്സ് എടുക്കുന്നു, 5 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്കുള്ളത്. 5 ചാപ്റ്ററിന്റെ പേരുകൾ എഴുതുന്നു. കുറച്ചധികം കള്ളികൾ ഓരോ ചാപ്റ്ററിന്റെ നേരെ ഇടുന്നു. അതിൽ സ്കൂളിലുള്ള ക്ലാസ് അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കിടുന്നു. ഇനി ട്യൂഷനിൽ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ടിക്കിടുന്നു. അതിലത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ 5-6 കള്ളികളായിട്ട് അതിൻ്റെ നേരെ വരയ്ക്കുക. ഓരോന്ന് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ മേലെ ഹെഡിങ് കൊടുക്കുക. സ്കൂളത്തെ ക്ലാസ്, ട്യൂഷൻ്റെ ക്ലാസ് ആൻഡ് സ്റ്റഡി നോട്ട്സ്. ഇങ്ങനെ മെറ്റീരിയൽസ് വർക്കൗട്ട് ചെയ്തിക്കണോ ഇല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ കിട്ടുക, ടിക്കറ്റ് പോവാം. വലിയൊരു കാര്യമാണ്. അപ്പം തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എവിടെ പഠിക്കണം എന്നുള്ളത്. പിന്നെ പഠിക്കാൻ ബോധമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷെഡ്യൂൾ യുവർ ടൈം ടേബിൾ. ഒരു ദിവസം 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ലേറ്റ് നൈറ്റ് പേഴ്സണാണ്. അഥവാ രാത്രി വേണമെങ്കിൽ ഞാനൊരു 12 വരെ ഇരുന്ന് പഠിക്കും. അല്ലെങ്കിൽ ഞാൻ 1 മണി വരെ ഇരുന്നായിരിക്കും. രാവിലെ എന്നെ പിടിച്ച് നീപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഷുവറാ, 101% ഷുവറാ. അപ്പം ഞാൻ വെറുതെ രാവിലെ പഠിക്കുക എന്നുള്ളതിലേക്ക് പുഷ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനൊരു ലേറ്റ് നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ എനിക്ക് ലേറ്റ് നൈറ്റ് പഠിക്കാൻ കഴിയുക. എനിക്കാണ് അവിടെ മാർക്ക് കിട്ടേണ്ടത്. എനിക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഷെഡ്യൂൾ ചെയ്യും. 10ാം ക്ലാസ്സിലുള്ള കുട്ടികളാണ്, ഞാൻ അത്ര ഉറക്കൊഴിച്ചണമെന്നൊന്നും പറയണില്ല. പക്ഷേ ലേറ്റ് നൈറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ഒരു 6 മണിക്ക് ശേഷമുള്ള ടൈമിൽ ഷെഡ്യൂൾ ചെയ്യുക. വളരെ കൃത്യമായിട്ട് കുറേയധികം ടൈം ഫുൾ സ്ട്രെച്ചിൽ ഇരിക്കുന്ന രീതിയിലല്ല. ഒരു 6 to 6:30 to 8 ഒരു ടൈം ഷെഡ്യൂളാണ്. അത് കഴിഞ്ഞ് ചെറിയൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഷെഡ്യൂൾഡ് ബ്രേക്കുകളായിരിക്കണം. അത് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉള്ള ആളുകളായിരിക്കാം. എക്സാമിൻ്റെ ടൈമിൽ ഞാനും അങ്ങനെ യൂസ് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ബോധമുണ്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൽ സ്ക്രോളിംഗ് പറഞ്ഞാണ്ട് ഒരു പരിപാടി ഉണ്ട്. ഏകദേശം ഒരു ആവറേജ് പേഴ്സൺ ഒരു ദിവസം 2000-ലേറെ റീൽസ് സ്ക്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ജസ്റ്റ് ഇമാജിൻ. അത്രയും ടൈം വേസ്റ്റിങ്ങാ. ഒരു റീൽ 1 മിനിറ്റ് വെച്ച് കൂട്ടിക്കോ, അല്ലെങ്കിൽ വേണ്ട ഒരു 10 സെക്കൻഡ് വെച്ച് കൂട്ടിക്കോ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്രത്തോളം ടൈമാണ് നിങ്ങൾ എക്സാമിന് വളരെ കുറഞ്ഞ സമയത്ത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളയണമെന്നുള്ളത്. അപ്പോൾ ഷെഡ്യൂൾഡ് ഇൻ്റർവെൽസ് ഉണ്ടാവുക. 8 to 8:10 ആണെങ്കിൽ ആ 8:10 ഉള്ളിൽ നിങ്ങൾക്ക് ബാത്റൂം യൂസ് ചെയ്യാനുണ്ടാവും, വാഷ്റൂം യൂസ് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് ഒന്ന് പുറത്തു കൂടെ ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ ഇറങ്ങേണ്ടി വരും. നിങ്ങൾക്ക് ഒരു പാട്ട് പാടേണ്ടി വരും, നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കേണ്ടി വരും, നിങ്ങൾക്ക് ഒരു ചായ കുടിക്കേണ്ടി വരും വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഈ 10 മിനിറ്റിൽ ഇത് തീർക്കണം. എല്ലാ ആഗ്രഹങ്ങളും തീരൂല, ചില ആഗ്രഹങ്ങൾ. അതിനുശേഷം നിങ്ങൾ വീണ്ടും ബാക്ക് ടു ഷെഡ്യൂൾ. അങ്ങനെ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഇടണം. രാത്രി പേഴ്സൺസ് ആണെങ്കിൽ രാത്രി നിങ്ങൾ ലേറ്റ് നൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇരിക്കാൻ പറ്റുമോ, നിങ്ങൾ എത്രത്തോളം ഓക്കെ ആവുമോ ആ ടൈം. അപ്പം ഞാൻ പഠിച്ച സമയത്ത് ഞാൻ രാത്രി ഇരുന്നിട്ടുണ്ട്. രാത്രി ലേറ്റ് ഓണാക്കി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ 5 പേർക്കായിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ രാത്രി പഠിക്കുള്ളൂ. ഈ രാത്രി പഠിക്കാനുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ചുരുക്കി തന്നാലേ മാർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ അനിയനൊക്കെ പല രാത്രികളിലും ഓൻ ലേറ്റ് ഇട്ട്
ഞാനൊരു റൂമിലേക്ക് കയറാം. അപ്പോൾ ഞാൻ ലേറ്റ് ഇട്ട് പഠിക്കുന്നു, കടന്നുറങ്ങിയാണ്, സാക്രിഫൈസ് ചെയ്തിരിക്കണം, എനിക്കറിയാം ഞാൻ പഠിക്കുകയാണെന്നുള്ളത്. അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കൽ നിർബന്ധം. അല്ലാതെ നിങ്ങൾ ലേറ്റ് നൈറ്റ് പേഴ്സണാണ്, നിങ്ങൾ രാത്രി പഠിക്കണ ആളാണ്. രാത്രി പഠിക്കണ ഒരാള് രാത്രി പഠിക്കണ സമയത്ത് വീട്ടിലത്തെ ഒരാൾ പറയണ ചു കടന്നുറങ്ങണ തേങ്ങാൻ്റെ പറ്റൂല, രാവിലെ പഠിച്ചു എന്ന് പറയണം. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പാളി. നിങ്ങൾക്ക് രാത്രി പഠിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ആ ടൈമിൽ നിങ്ങൾക്ക് പെരീത്തെ ഒരാൾ സപ്പോർട്ട് ചെയ്യണില്ല, ആ ടൈമിൽ ലൈറ്റ് ഓഫ് ആക്കണം, ആ ടൈമിൽ ഒച്ച പാടില്ല. ഞാനൊക്കെ രാത്രി 12 മണിക്കും 1 മണിക്കും ഒച്ച കൂട്ടിയിരുന്ന് സംസാരിക്കുക. മാക്സിമം ഞാൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് വളരെ കൃത്യമായിട്ട് ഉറക്കം സംസാരിക്കണം. വെറുതെ സംസാരിച്ച് ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ തലയിൽ കയറില്ല. കട്ടാവണ ഒരു പോയിന്റ് ഉണ്ട്. അഥവാ വായിച്ച് ഒരു 2 വരെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് കട്ടായേക്കും, പിന്നെ കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഷെഡ്യൂൾ ചെയ്യുക. അടുത്തതാണ് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ്. ഭയങ്കര എഫക്റ്റീവ് ആണ് മക്കളെ. 101% ഞാൻ പറയും, നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ 100% കിട്ടിയില്ല റിസൾട്ട് ഉണ്ടാവും, ഷുവറാ. തലി തൊട്ട് സത്യം. ഇത് ഞാൻ എൻ്റെ +1 +2 സമയത്ത് ഏറ്റവും കൂടുതൽ തുടക്കത്തിലൊന്നും പഠിച്ചിട്ടില്ല, കൂമടി നടക്കുക. കരുതി തുടക്കത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതല്ല, പക്ഷേ അങ്ങനെയും പെട്ട സമയത്ത് ഓണപരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷൻ്റെ ഒക്കെ സമയത്ത് ആ എക്സാം ടൈമിലാണ് ബോധം വെക്കുക. ആ ടൈമിൽ ഒരു 10-15 ദിവസം ഞാൻ ഫുള്ളിരിക്കും. ആ ടൈമിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഇപ്പോൾ മാത്സ് എടുത്തു. ഞാൻ കറക്റ്റ് പ്ലാൻ ഉണ്ട്, മാത്സ് 4 ദിവസം കൊണ്ട് തീർക്കണം, 4-5 ഷെഡ്യൂൾ തീരുള്ളൂ കറക്റ്റ്. അപ്പോൾ ഈ 4 ദിവസത്തിൽ ഞാൻ ഫസ്റ്റ് ദിവസം തീർക്കേണ്ട ചാപ്റ്റേഴ്സ് നോക്കും. യൂട്യൂബിലൊക്കെ കുറേയധികം ക്ലാസ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ്സസ് ആണ് മാത്സിന്. എൻ്റെ നോക്കിയാൽ മതി, നമ്മൾ കുറേ നല്ല ക്ലാസ് എടുക്കണം 10ാം ക്ലാസ്സിനും +1-നും. അപ്പോൾ നിങ്ങൾ നോക്കി കയറി വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള യൂട്യൂബ് ക്ലാസ്സസ് കാണും. 1 മണിക്കൂറിന് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ മാക്സിമം വരുള്ളൂ, 1.5 മണിക്കൂർ. അപ്പോൾ ക്ലാസ് കാണുന്നു. ക്ലാസ് കാണുമ്പോൾ വെറുതെ കണ്ടുപോയത്, ആ ക്ലാസ് കാണുന്നതിനോടൊപ്പം ആ സാറ് ക്ലാസ്സിൽ ചെയ്യണ നോട്ട്സ്, ആ സാറ് ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ആ സാറ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളൊരു A4 ഷീറ്റ് എടുക്കുക. ഇതേപോലെ തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതിനെ നടുമടക്കുക. ഇങ്ങനെ ആയിരിക്കും A4 ഷീറ്റ് ഉണ്ടാവുക. ഇതിനെ നടുമടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ 2 പൊളി കിട്ടും, ബാക്കിൽ 2 പൊളി, ടോട്ടൽ 4 പൊളി കിട്ടും. അവിടെ വളരെ ചെറിയ ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല കൊള്ളിച്ച് കളർഫുള്ളായിട്ട് ചെയ്താൽ അത്രയും നല്ലത്. ഇതിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ ഒരു 2 പേജിലൊക്കെ SSLCൻ്റെ ഒരു ചാപ്റ്റർ തീരും. കാര്യത്തിൽ നിങ്ങൾ 10, 20, 30 പേജിൽ എഴുതാൻ സാധനം 2 പേജിലൊക്കെ തീരും. അപ്പോൾ കോൺഫിഡൻസ് ആയി. ഈ 2 പേജ് നേരെ എന്തായിട്ട് ഞാൻ ചെയ്ത പരിപാടി ആയിട്ടാണ് പറയണത്, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. +2 98.25%, അതേപോലെ തന്നെ SSLC 9A+, ഹിന്ദി വീക്കിന്. അപ്പോൾ ഈ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ ഞാൻ കാട്ടിയ പരിപാടി ഇതാ. അപ്പം ഞാൻ ചെയ്യുന്നത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും. 2-3 പേജിൽ തീരെ ഒരു ചാപ്റ്റർ, ഒരു സാധാ ചാപ്റ്റർ. ഞാനത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും. ആ A4 2-3 ഉണ്ടെങ്കിൽ അത് പിൻ ചെയ്ത് മേലെ ചെറിയൊരു സ്റ്റിക്കി നോട്ട് വെച്ച് ഞാൻ ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതും. കെമിസ്ട്രി ചാപ്റ്റർ 1, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എഴുതുന്നു. അത് ഒട്ടിച്ച് വെക്കുന്നു, മാറ്റി വെക്കുന്നു. അവിടെ ഞാൻ സെറ്റാ. നിങ്ങൾ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലൊക്കെ ആകെ 6 ചാപ്റ്റർ ഉള്ളൂ. അതിൽ ഓണപരീക്ഷയ്ക്ക് 2 ഉള്ളൂ. 2 ഷോർട്ട് നോട്ടിനൊക്കെ നിങ്ങൾക്ക് മാക്സിമം പോയാൽ 4 മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഒരു 1 മണിക്കൂറിൻ്റെ ക്ലാസ് നിങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി കാണണമെങ്കിൽ ചിലപ്പോൾ 1.5-1.25 മണിക്കൂർ എടുക്കുക. കാരണം വെറുത്താണ് മക്കളെ. വെറുതെ ഒരു ക്ലാസ് ലൈവ് ഇരുന്ന് കാണുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് നല്ലൊരു ക്ലാസ് എടുക്കുക. ആ ക്ലാസ് വളരെ പതുക്കെ കാണുക, ഒപ്പം ഷോർട്ട് നോട്ട് ചെയ്യുക, ഒപ്പം ചെയ്യുക, ഒപ്പം വർക്കൗട്ട് ചെയ്യുക. മാത്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വാട്സപ്പ് കൂടെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് കയറിക്കോളൂ. നിങ്ങളൊന്നും ₹1 ഞാൻ വാങ്ങൂല, ₹1 ഞാൻ ചോദിച്ചില്ല. പാഷനായിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാ വിഷയത്തിനുള്ള ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ വേണോ, നോട്ട്സ് വേണോ, നിങ്ങൾക്ക് ക്ലാസ്സസ് വേണോ, എല്ലാം തരും എന്ന് പറഞ്ഞാൽ എല്ലാം തരും. കഴിഞ്ഞ വർഷം 115 കുട്ടികൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫുൾ A+ ഉള്ളത്. ഈ വർഷം 1000 കുട്ടികളെ ഫുൾ A+ലേക്ക് എത്തിക്കണം എന്നുള്ള ടാർഗറ്റോടെയാണ് നമ്മൾ തുടങ്ങിയിരിക്കണം. ഇൻഷാ അല്ലാഹ് റെഡിയോ. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് 101% ഇത് ഉണ്ടാക്കി നോക്കിക്കോളി. ഒരു ദിവസം 2 ചാപ്റ്റർ ഉണ്ടെങ്കിലും ഉണ്ടാക്കാം. കഴിഞ്ഞ വർഷം ഒരു കുട്ടി വെച്ചിട്ട് വിളിച്ചു, സാറേ ഇങ്ങനെ പ്രശ്നമുണ്ട്, അറിയില്ല, ഞാൻ തോറ്റിക്കണ്. ആ ചെക്കനോട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു കാര്യം കാട്ടെ, കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ട്. എന്നിട്ട് ഈ ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി. ആ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയാൽ ഞാൻ ഉറപ്പ് പറയാം, അനക്കതിൽ സിമ്പിളായിട്ട് കിട്ടും മാർക്ക്. പറഞ്ഞ പോലെ തന്നെ ചെക്കൻ പിന്നീടുള്ള എക്സാമിൽ തോറ്റിട്ടില്ല. അവൻ ഏകദേശം പകുതിയോളം മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ ഈ മെത്തേഡ് ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ ഉണ്ടാക്കി നോട്ടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിക്കാരം വായിക്കാൻ. മറ്റേത് ടീച്ചേഴ്സ് തന്നെ അല്ലേ, നിങ്ങൾ ക്ലാസ് ഉണ്ടാക്കുന്ന നോട്ടല്ലേ ഭയങ്കര രസീകാരം വായിച്ചു പഠിക്കാൻ. അതിനുശേഷമാണ്
ടേക്ക് ഷെഡ്യൂൾഡ് ഇൻ്റർവൽസ്. ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ ഈ ഇൻ്റർവൽ എടുക്കുമ്പോൾ ഞാനൊക്കെ എടുക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ രാവിലെ 7 മണി മുതൽ 8:30 വരെ ഇരുന്നു. എന്നിട്ട് 8:30 ഒരു ഇൻ്റർവൽ എടുക്കാറിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലാസ് പിന്നീട് ആ ട്രാക്കിക്ക് വരുന്ന ബാക്ക് ടു ട്രാക്ക് ഒരു 9:00 9:45 ആവും. 1.5 മണിക്കൂർ വെറുതെ സ്ക്രോൾ ചെയ്തും വെറുതെ ഇരുന്നും പോവും. ഉണ്ടാവരുത്. അല്ലെങ്കിൽ നിങ്ങൾ 15 മിനിറ്റ് ഷെഡ്യൂൾ ചെയ്തോ, അല്ലെങ്കിൽ ബ്രേക്ക് നിങ്ങൾ 20 മിനിറ്റ് ഷെഡ്യൂൾ ചെയ്തോ. ആ ഷെഡ്യൂൾ ചെയ്ത് 20 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ പാടുള്ളൂ. അവിടെ നിങ്ങളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. മൈൻഡും നിങ്ങളെ മെന്റലി ഫിസിക്കലി നിങ്ങൾ എപ്പോഴാണോ 2 രീതിയിലും കൺട്രോൾഡ് ആവണേ അപ്പോഴേ പഠനം റെഡി ആവുള്ളൂ. നടക്കും മക്കളെ, ആർക്കും പഠിപ്പിയാവാം. ഷുവറാ. പിന്നെ മാത്സിൻ്റെ എല്ലാ ക്ലാസ്സും നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കണേ. നിങ്ങൾ കൺട്രോൾ ചെയ്യും. അവോയ്ഡ് സ്ക്രോളിങ് ഓൺ സോഷ്യൽ മീഡിയ. ഞാൻ പറഞ്ഞില്ലടാ, സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു ദിവസം 2000+ റീൽസ് ആണ് ആവറേജ് ഒരാൾ സ്ക്രോൾ ചെയ്യണം എന്നുള്ളതാണ് കണക്ക്. അതിനെക്കാട്ടിലും സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവോയ്ഡ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ പറഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ക്ലാസ് കാണേണ്ടി വരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അറിയോ, ഈ 60 സെക്കൻഡിൻ്റെയൊക്കെ ഷോർട്സ് റീൽസ്, ഈ 2 സാധനം ഒഴിവാക്കുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, ഷോർട്സ്, റീൽസ്, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം റീൽസ്, ഈ കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഒരു വ്ളോഗ് കാണും, നിങ്ങൾ കണ്ടോളൂ, എന്നാലും കുഴപ്പമില്ല. വ്ളോഗ് ചിലപ്പോൾ ഒരു അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. ആ അരമണിക്കൂർ നിങ്ങൾക്ക് അറിയാം ഈ അരമണിക്കൂർ കൊണ്ട് കഴിയുന്നുള്ളത്. പക്ഷേ ഷോർട്സ് റീൽസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മക്കളെ എക്സാമിൻ്റെ ടൈമിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവോയ്ഡ് ഇൻസ്റ്റഗ്രാം റീൽസ് ആൻഡ് യൂട്യൂബ് ഷോർട്സ്. ഇതാ മെയിൻ. യൂട്യൂബിൽ വേണമെങ്കിൽ ഒരു വ്ളോഗ് ഇരുന്ന് കണ്ടോ, യൂട്യൂബിൽ വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂ ഇരുന്ന് കണ്ടോ, 1/2 മണിക്കൂറോ 3/4 മണിക്കൂറിലെ ഇന്റർവ്യൂ യൂട്യൂബ് വ്ളോഗോ ഇരുന്ന് കണ്ടോ. പക്ഷേ ഷോർട്സും റീൽസും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. വ്ളോഗോ അല്ലെങ്കിൽ ഇന്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് 45 മിനിറ്റ് കൊണ്ട് തീരും, അല്ലെങ്കിൽ ഇത് 30 മിനിറ്റ് കൊണ്ട് തീരും എന്നുള്ളത്. പക്ഷേ ഇൻസ്റ്റാഗ്രാം റീൽസ് 1 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് എത്രണ്ണം കാണും എന്നുള്ളത് നിങ്ങളെ കൺട്രോളിലല്ല. നിങ്ങൾക്ക് അറിയില്ല എവിടെ ഇത് നിൽക്കും എന്നുള്ളത്. അത് പ്രശ്നമാണ്. ലിമിറ്റ് ചെയ്യാൻ നോക്കുക. പറഞ്ഞേ ഉള്ളൂ, എക്സാമിൻ്റെ ടൈമിലെങ്കിലും. ഇനി അതിനുശേഷം നമ്മൾ അവോയ്ഡ് ടേക്ക് ഷെഡ്യൂൾഡ് ഇൻ്റർവെൽസ് പറഞ്ഞു. അതിനുശേഷം റിവാർഡ് മെത്തേഡ്. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് റിവാർഡ് മെത്തേഡ്. എന്താ റിവാർഡ് മെത്തേഡ്? റിവാർഡ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് കെമിസ്ട്രിയിലെ 4 ചാപ്റ്ററുകൾ പ്ലാൻ ചെയ്തു വെറുതെ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ 5 ചാപ്റ്റർ ഇന്ന് തീർക്കുന്നു ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ രാവിലെ ഒരു 8 മണിക്ക് ഇരുന്നു. ഈ 8 മണി ടു 9:30 ഉള്ളിൽ ഞാനൊരു ക്ലാസ് കണ്ടു, ഒരു യൂട്യൂബ് ക്ലാസ് കണ്ടു. ആ യൂട്യൂബ് ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ ഉണ്ടാക്കി. ഈ നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവിഷൻ. അഥവാ ഈ നോട്ട് വെറുതെ വായിച്ചു നോക്കിയത് 5 മിനിറ്റോട് തീരും. റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എഴുതിയ സാധനം റിവൈസ് ചെയ്യുക, 5 മിനിറ്റോട് തീരും. ഭയങ്കര സിമ്പിളാണ്. കാരണം എക്സാമിൻ്റെ തലേന്ന് കെമിസ്ട്രി പരീക്ഷയ്ക്ക് 6 ദിവസം ഉണ്ട് ഇനി +2 സമയത്ത്. 5.5 ദിവസം ഞാൻ ചെയ്തത് ക്ലാസ് കാണുന്നു, നോട്ട് എഴുതുന്നു, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നു, മെറ്റീരിയൽസ് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നു, ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അഥവാ എക്സാമിൻ്റെ തലേന്ന് ഇങ്ങനെ 14 ചാപ്റ്ററിൻ്റെ ഒരു അട്ടി ഷോർട്ട് നോട്ട് തന്നെയാണ് ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നല്ല സുഖമാണ് എടുക്കുന്നു. ഭയങ്കര രസമാണ് ആ സാധനം പഠിക്കാൻ. ഇങ്ങനെ മറിച്ച് ഭയങ്കര ചെറിയ സാധനമല്ലേ, ചെറിയ പേജിൻ്റെ ഉള്ളിൽ തീരും ചെയ്യും, വേഗം തീർന്ന മാതിരി തോന്നും ചെയ്യും. എന്നിട്ട് എക്സാമിൻ്റെ തലേന്ന് രാത്രി ഒരു 10 മണിക്കൊക്കെയാണ് പഠിക്കാൻ ശരിക്കും ഇരിക്കണം. ബാക്കിയൊക്കെ ഞാൻ ക്ലാസ് കാണുന്നു, വായിക്കുന്നു, നോട്ട് ചെയ്യുന്നു, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നു. ഞാൻ നോട്ട് വായിക്കുന്നു, അത് ഷോർട്ട് നോട്ടാക്കി മാറ്റുന്നു, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. എന്നിട്ട് എക്സാമിൻ്റെ രാത്രി തലേന്ന് 10 മണിക്കണ്ടി ഇരുന്നിട്ട് 1/2 മണിക്കൂർ കൊണ്ടൊക്കെയാണ് ഓരോ ചാപ്റ്റർ തരുന്നത്. അതായത് രാവിലെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് ചാപ്റ്റേഴ്സ് മൊത്തം തീർന്നു. ഭയങ്കര രസമായിട്ട് തീരാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയിട്ട്. ഞാൻ ആദ്യം പറയാം, ഉറക്കൊഴിച്ചുള്ള പഠനം പല ആൾക്കാരെയും ബാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർ രാവിലെ പഠിക്കുക, രാവിലെ നേരത്തെ എണീക്കുക, 4 മണിക്കോ 3:30ക്കോ എണീറ്റത് പഠിക്കുക. ഞാനൊരു ലേറ്റ് നൈറ്റ് പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ലേറ്റ് നൈറ്റ് പഠിക്കുന്നതിനെ പറ്റി പറയുന്നത്. മോർണിംഗ് പേഴ്സൺസ് ഏറ്റവും നല്ലത് മോർണിംഗാണ് പഠിക്കാൻ. പക്ഷേ എന്നെ കൊണ്ട് സാധിക്കൂല, ഞാൻ പിന്നെ നിർബന്ധം മുടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുക, നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇനി റിവാർഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു, നിങ്ങളൊരു ക്ലാസ് കണ്ടു, നിങ്ങളതിൻ്റെ നോട്ട് ഉണ്ടാക്കി, നിങ്ങളത് റിവൈസ് ചെയ്തതാ. ഈ നോട്ട് നിങ്ങൾ റിവൈസ് ചെയ്തു. സോ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങളെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നാക്സോ അല്ലെങ്കിൽ ജ്യൂസസോ ഒക്കെ പഠിക്കുന്ന സമയത്ത് തരും. പഠിക്കണം കണ്ട പോലെ തന്നെ ഒരു സന്തോഷമായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ ഒരു ചായയും കടയെങ്കിലും ഉണ്ടാക്കി തരും. അത് ഇടയ്ക്ക് കഴിക്കാതെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്നുള്ളൊരു സാധനം വരിക. ഞാനൊക്കെ കടിയുന്നത് ചാപ്റ്റർ കഴിയുമ്പോൾ അമ്മനോട് പറയും, ആ ചാപ്റ്റർ കഴിഞ്ഞിങ്ങനെ അറിയാം. അപ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തായിട്ടും എന്തെങ്കിലും ഒരു മാങ്ങ ജ്യൂസോ അല്ലെങ്കിൽ ഒരു ബേക്കറി എന്തെങ്കിലുമൊക്കെ കൊടുന്നു തരും. അപ്പോൾ രസമാണ്. അടുത്ത ചാപ്റ്റർ ഞാൻ തുടങ്ങുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ എടുക്കും, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കും. അടുത്ത ചാപ്റ്റർ തുടങ്ങുമ്പോഴത്തേന് ആ സ്നാക്സോ ആ ജ്യൂസോ കഴിച്ചിട്ടാണ് ഞാൻ തുടങ്ങുക. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് വേഗം തീർത്ത് അടുത്ത ജ്യൂസ് കിട്ടും എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും. അത് ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല,
മൈൻഡിനെ പറ്റിക്കുക. മൈൻഡ് ഭയങ്കര വളവന, ആ മൈൻഡിനെ പറ്റിക്കാൻ നോക്കുക. ഇങ്ങനത്തെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല രസമാണ്. 147 റൂൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ എക്സാമിനെ പഠിപ്പിച്ചെടുത്താൽ പണി പാടൊന്നും വെച്ചറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ മാത്തമാറ്റിക്സിൽ അരിത്തമാറ്റിക് സീക്വൻസ് ഇന്ന് ക്ലാസ് കണ്ടു, നോട്ട് എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് ദിവസം മൺഡേ, ഫസ്റ്റ് ഡേ. ഇത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഇതിൻ്റെ നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. എന്തൊക്കെയോ പഠിച്ചു നോക്കുക, ഒന്ന് റിമൈൻഡ് ചെയ്യുക. അതിനുശേഷം പിന്നീട് വരേണ്ടത് 7ാമത്തെ ദിവസം, അഥവാ 1ാമത്തെ ദിവസം പഠിച്ചെല്ലാം സെറ്റാക്കിയ ചാപ്റ്റർ അത് കഴിഞ്ഞ് കറക്റ്റ് എണ്ണ 4ാം ദിവസം വീണ്ടും തുറന്നൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. അതിനുശേഷം 7ാം ദിവസം വീണ്ടും തുറന്നൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തലച്ചോറിൽ ടിക്കായിട്ട് മാറി. അതിൽ പിന്നെ നിങ്ങൾക്ക് ചെറിയ റിവിഷൻസ് ഒക്കെ എക്സാമിനോട് അടുപ്പിച്ച് ആവശ്യമുള്ളൂ. ഇതെല്ലാ ചാപ്റ്ററിനും ഒന്ന് ഇതാക്കി നോക്കി, നല്ല രസമാണ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കും, ആ ക്ലാസ്സിലെടുത്ത് എന്തൊക്കെ പറഞ്ഞു സാറ്, ഞാൻ മറന്നു, ദാറ്റ്സ് എനഫ്. അതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു നോക്കി, ഭയങ്കര രസമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ദ ബെസ്റ്റ് വേ ടു ലേൺ സംതിങ് ഈസ് ടീച്ചിങ്. പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പഠിക്കണം, അപ്പോൾ നിങ്ങളൊരു ടീച്ചറായിട്ട് നിങ്ങളെ സങ്കല്പിക്കുക. നിങ്ങളെ മുന്നിൽ 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടെന്ന് സങ്കല്പിക്കുക. ആ കുട്ടികൾക്ക് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതേ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഞാനൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ലാസ്റ്റ് പിന്നെ പഠിപ്പിക്കലായി പരിപാടി, പഠിക്കൽ നിന്നു. അപ്പോൾ അങ്ങനെ നിൽക്കരുതിട്ടാ, അതല്ല പറഞ്ഞത്. അപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആവുക, കണ്ണാടിനോട് സംസാരിക്കുക. നിങ്ങൾ ഇപ്പം ഗേൾസൊക്കെ ആണെങ്കിൽ പാവക്കുട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടാവുക. അതൊക്കെ ചില ആൾക്കാർ ഇമാജിൻ ചെയ്യണം, അതൊരു ക്യാരക്ടറായിട്ട് അതിന് ജീവനുള്ള പോലെയൊക്കെ ഇമാജിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പോലെ എന്താ ഓക്കെ, അതിനെ പഠിപ്പിക്കുക. അതിനെങ്ങനെ മനസ്സിലാവും ആ രീതിയിൽ നിങ്ങൾ അതിനെ പഠിപ്പിക്കുക. അപ്പോൾ വേഗം പഠിക്കും എന്ന് പറഞ്ഞാൽ വേഗം പഠിക്കും. നിങ്ങൾ കാണാതെ പഠിക്കണേക്കാട്ട് നല്ലതാണ്. ഒന്ന് പറഞ്ഞോട്ട് നോക്കുക. ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് നമുക്ക് മറ്റേ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്നെങ്കിലും വിചാരിക്കുക. നിങ്ങളൊരു പ്രൈവറ്റ് സ്പേസിൽ ഉറക്കെ വായിച്ച് പഠിപ്പിക്കുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ വേഗം പഠിച്ചു. പിന്നെ മാത്തമാറ്റിക്സിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വർക്കൗട്ട് ചെയ്യണം. എത്ര മെറ്റീരിയൽസ് വേണോ, ഒരു ചാപ്റ്ററിൻ്റെ തന്നെ 100 മെറ്റീരിയൽസ് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ചെയ്യാം, നമ്പർ വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. 8086101035 ഈ നമ്പറിലേക്ക് മാത്സ്ഡോ SSLC എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ്ഡോ SLCൻ്റെ ഗ്രൂപ്പും, മാത്സ്ഡോ +1 ഇതാക്കി കഴിഞ്ഞാൽ SLC എന്ന് ടൈപ്പ് ചെയ്താൽ SLCൻ്റെ ഗ്രൂപ്പും, +1 ടൈപ്പ് ചെയ്താൽ +1ൻ്റെ ഗ്രൂപ്പ് ഞാൻ ഇട്ടുതരും. +2ൻ്റെ ഇപ്പോൾ ആക്റ്റീവായി വന്നിട്ടില്ല, +1ൻ്റെ ആണ് ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് NMMSനുണ്ട്, 8ാം ക്ലാസ്സിന് NMMSന് മെൻട്രാലാണ് നമ്മുടെ അത് തന്നെ പ്ലാറ്റ്ഫോമാണ്. അതിലേക്കും അത് വേണമെങ്കിലും ജസ്റ്റ് NMMS എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടുതരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കയറാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കും, സെറ്റാക്കാം. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് പഠിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും കേട്ടോ.